ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് കുറച്ച് പ്രൊഡക്ടിവിറ്റി ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഒന്ന് ജേർണലിങ് ചെയ്യാമെന്ന്. തലേദിവസം വിഷു ആയത് കാരണം അതിന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പേപ്പറൊക്കെ വെട്ടി ഒട്ടിച്ച് ചെയ്യുന്നത് റയറായിട്ടാണ്. അത്രയും ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വിഷുവിൻ്റെ വൈബിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കറിയാം, ഫസ്റ്റ് നമുക്ക് കണിക്കൊന്നയാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ നമ്മൾ കണിക്കൊന്ന വരയ്ക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കും ഇങ്ങോട്ട് ഒത്തില്ല, എനിക്ക് ഒരു മൂഡില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണിക്കൊന്ന് വരയ്ക്കാനായിട്ട് യെല്ലോ പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 5 ഇതിൽ മാത്രം വരച്ച് വിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കണിക്കൊന്ന വേറൊരു സ്റ്റൈലിലാണ് കണിക്കൊന്നെങ്കിലും, പക്ഷേ ഞാൻ ജസ്റ്റ് നമ്മുടെ സാധാരണ ഫ്ലവർ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചിടുകയാണ് കേട്ടോ. എന്തെങ്കിലും വരയ്ക്കണ്ടേന്ന് ഓർത്തിട്ട് വരയ്ക്കുകയാണ്. അപ്പം അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈബിന് വേണ്ടി മാത്രം, ഒരു വിഷു തീമിൽ എത്താനായിട്ട് കണിക്കൊന്ന മസ്റ്റാണല്ലോ, അതുകൊണ്ട് കണിക്കൊന്ന മാത്രം വരച്ചാണ്. പിന്നെ ഞാൻ ഓർത്തായിരുന്നു പത്രത്തിൽ ഇങ്ങനെ വിഷുവിൻ്റെ ഫോട്ടോസൊക്കെ കാണില്ലേ, അത് ഒട്ടിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് അത് ചെയ്യാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ പെയിൻ്റൊക്കെ പറ്റി, പിന്നെ അത് മായ്ക്കാൻ പോയി, അങ്ങനെ കുറച്ച് ടൈം പോയിട്ടൊക്കെ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരിയൊന്നും പോയിട്ടില്ല. പിന്നെ ഇതുവരെ തീർന്നില്ല, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓറഞ്ച് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഡോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓറഞ്ചൊന്നും കണിക്കൊന്നയിലില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു വൈബ് വരണ്ടേ. ഇങ്ങനെ യെല്ലോ തന്നെയായിട്ട് കാണുമ്പോൾ ഒരു വൈബില്ലല്ലോ. അത് കാരണം ഞാൻ പിന്നെ കുറച്ച് ഓറഞ്ച് കൂടെ ജസ്റ്റ് കുത്ത് വരയ്ക്കുന്നുണ്ട് അത് ലാസ്റ്റ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ തണ്ടായിട്ട് ഗ്രീൻ കളർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രീൻ കളർ അടിച്ചപ്പോൾ കുറച്ച് രസമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു പാറ്റേൺ, അതിൻ്റെ അകത്ത് പാറ്റേണൊക്കെ വരയ്ക്കാൻ ഇച്ചിരി പാടല്ലേ. അത് കാരണം ഞാൻ ജസ്റ്റ് വരച്ച് വിടുന്നു, ഇല്ല യെല്ലോ മാത്രം വരച്ച് വിടുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഓറഞ്ച് ഡോട്ട് വരയ്ക്കുന്നുണ്ട്. കണിക്കൊന്നൽ എവിടെയാണ് ഓറഞ്ച് എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ഓറഞ്ച് ഡോട്ട് വരച്ചിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വിഷു എന്നൊന്ന് എഴുതി കൊടുക്കുന്നത്. ഞാൻ അന്ന് ഇട്ടത് റെഡ് കളർ ഡ്രസ്സായത് കാരണം റെഡ് കളറിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട്, വിഷു എന്ന് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡേറ്റും പിന്നെ കുറച്ച് അന്ന ദിവസത്തെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ജേർണലിൽ എഴുതാറുള്ളൂ. ഞാനിങ്ങനെ വരച്ച് വരെ എഴുതാറില്ല, പോയിൻറ്റ് വൈസായിട്ട് എഴുതുന്നുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, അങ്ങനെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പം അന്ന് ഞാൻ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതെഴുതി. അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊന്ന് നമ്മുടെ വാഷ് ബേസൺ, അതായത് നമ്മൾ വാഷിംഗ് ഏരിയയിൽ വാഷ് ബേസൺ ഒന്ന് കഴുകാൻ തോന്നിയത്. നമ്മൾ ഹോളിൽ അത് ഞാൻ കഴുകുന്നുണ്ട്. എനിക്ക് ഈ ക്ലീനിങ് വ്ളോഗ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ചെയ്തപ്പോൾ ഈ സ്പീഡ് കൂട്ടിയിട്ട് ഇത് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഭയങ്കര സ്പീഡ് ചെയ്യുന്നത്. ഇത് പക്ഷേ 2x ഇട്ടിട്ടാണ് ഇത്രയും ഇത് വന്നിട്ടുള്ളത്. മറ്റേ 4x ഒക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ. പക്ഷേ ഇതിനെ 2x ഇടുമ്പോഴായിരിക്കുമല്ലോ അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ളതെന്ന് എനിക്ക് തോന്നി. എൻ്റെ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ ടൈമും ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ്. ഇതിങ്ങനെ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ഇതുപോലത്തെ വീഡിയോസ് എടുക്കുവാണെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് വോയിസ് ഓവർ ചെയ്യണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ. അപ്പം ഈ പ്രൊഡക്റ്റീവ് ആകാൻ ദിവസങ്ങളിൽ ഇങ്ങനെ നല്ല പണിയെടുക്കും. പിന്നെ അങ്ങനെ പണിയെടുക്കാറില്ല. നമ്മൾ ഫോണും ടി വി ലാപ്ടോപ്പ് അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഇതെന്താണ് നിങ്ങൾ വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഒഴിക്കുന്ന ലിക്വിഡ് വെച്ച് കഴുകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് കിട്ടിയിട്ടോ. അപ്പം ഞാൻ പിന്നെ അതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു, അത് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. മറ്റേ വാഷ് ബേസിൻ കഴുകുന്ന കൂട്ടി ലിക്വിഡ് കണ്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടിട്ട് ഔട്ട്ലുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രിയിലത്തെ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ വന്നൊരു കോഫി ഇട്ട് കുടിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.